അപ്പോൾ നമ്മൾ നിർബന്ധിച്ചിട്ടാണ് ആ ഒരു സെലക്ഷൻ ഇറക്കിയത്. ഉണ്ട് കണ്ണു വെക്കാണ്ടിരിക്കട്ടെ, വേറെ ആരും ഇല്ല ഇറക്കി. അങ്ങനെ രാത്രി ഡാൻസ് കളിക്കലായി, കപ്പിൾ ഡാൻസ് ഒക്കെ ഇങ്ങനെ കളിക്കും. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആ ഗിഫ്റ്റിൽ, ആരാ അയച്ചേ, ഞാനത് കണ്ടപ്പോൾ കരയൊക്കെ ചെയ്തു. അപ്പോൾ അതിനും മാത്രം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയാമെന്ന് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഗിഫ്റ്റ് അയച്ചത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ലിനറ്റ് എന്നുള്ള പേര്, തൃശ്ശൂരാണ്. അപ്പോൾ അവളാണ് അയച്ചത്. പൊട്ടിക്കാൻ പാടില്ല, എത്തിക്കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയക്കണം, 30-ാം തീയതി മാത്രമേ പൊട്ടിച്ചൂടൂ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഗിഫ്റ്റ് കഴിയുമ്പോൾ കിട്ടിയാൽ അറിയാമല്ലോ, അത് പൊട്ടിക്കാണ്ടൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ച് കഴിഞ്ഞിട്ട് തന്നെയാണ് പൊട്ടിച്ചത്. പോസ്റ്റ് മാൻ അത് കൊണ്ടുതരുമ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്താ റിസൈൻ ആയിട്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല, അങ്ങനെ എന്തോ ഇതെന്തോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൾ ഇങ്ങനത്തെ ഒന്നും അയക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പം ഞാൻ വേഗം തന്നെ പൊട്ടിച്ചു. അങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഒരു ബോക്സ്, ഒരു ലെറ്റർ ആയിരുന്നു, ഒരു പേപ്പറിൽ. അവൾ എഴുതിയതല്ല, ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുത്താണ്. 2-3 പേജ് ഉണ്ട്. ആദ്യം എനിക്കിങ്ങനെ അവൾ അതിന് 2 ദിവസം മുന്നേ വരെ എനിക്കിങ്ങനെ കഥയൊക്കെ എഴുതി അയക്കുമായിരുന്നു, ഓരോരോ ലൈഫ് സ്റ്റോറി അങ്ങനെയൊക്കെ എഴുതി അയക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് മുന്നേ പറഞ്ഞു എനിക്കൊരു ലെറ്റർ അയക്ക്, എനിക്കിങ്ങനെ പോസ്റ്റ് മാനൊക്കെ കൊണ്ട് തന്ന് അത് വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പോസ്റ്റ് ഓഫീസ് വഴിയൊന്നും അങ്ങനെ അയക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നീ അങ്ങനെ എന്തെങ്കിലും അയക്കുന്ന മുന്നേ ചുമ്മാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അയക്കണമെന്ന് വിചാരിച്ചേ. പക്ഷേ ഇത് ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത 4 പേജ് ഉണ്ട്. അപ്പം ഞാൻ വായിക്കുന്നത് നേരെ താഴെ, ഞാൻ ആദ്യം വായിക്കുന്നത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ വായിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ സ്റ്റോറിയാണ്, എങ്ങനെയാണ് നമ്മൾ കണ്ടത് തൊട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായി. എൻ്റെ വീട് കണ്ണൂരാണ്, അവളുടെ വീട് തൃശ്ശൂരാണ്. അപ്പം നമ്മൾ അങ്ങനെ കാണാനും പരിചയപ്പെടാനും അതെങ്ങനെയാണെന്നുള്ളത് ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഡൗട്ടാണ്. നിങ്ങൾ എങ്ങനെയാണ് ഫ്രണ്ട്സ് ആയത്, എങ്ങനെയാണ് പരിചയം, ഒരുമിച്ച് പഠിച്ചതാണോ, നീ അവിടെ പോയി പഠിച്ചതാണോ, അവൾ ഇവിടെ വന്ന് പഠിച്ചതാണോ, റിലേറ്റീവ്സ് ആണോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. റിലേറ്റീവ്സ് അല്ല, പിന്നെ അവളുടെ കൂടെ ഞാൻ പഠിച്ചതും അല്ല. ഞാനൊരു ഹാൻഡ്ബോൾ പ്ലെയറാണ്, അവളും അതെ. അപ്പം ഒരുപാട് വർഷമായിട്ട് കളിക്കുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ടൂർണമെൻറ്റിന് വേണ്ടി പോയ സമയത്താണ് നമ്മൾ കണ്ടുമുട്ടിയത്. അതൊരു വലിയൊരു സ്റ്റോറിയാണ്, ഞാൻ പറഞ്ഞുതരാം. എൻ്റെ +2 പഠിക്കുന്ന സമയത്താണ് ആ ഒരു മാച്ച് വരുന്നത്. എനിക്ക് തോന്നുന്നു സ്കൂൾസാണോ ആണെന്ന് തോന്നുന്നു, സ്കൂൾസാണ്. അപ്പോൾ കൊല്ലത്ത് വെച്ചിട്ടായിരുന്നു അതിൻ്റെ കളി വന്നത്. ആ സമയത്ത് ഞാൻ ഇവളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കളി 2nd or 3rd എങ്ങാനും ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ 2023 ആ ഒരു മാച്ച് വരുന്നത്. നമ്മൾ വലിയ ടീമായിട്ടുണ്ടായിരുന്നില്ല, അണ്ടർ 90 ആണെന്ന് തോന്നുന്നു. അണ്ടർ 90 കളിക്കാൻ പോയ സമയത്ത് കൊല്ലത്തായിരുന്നു കളി. പക്ഷെ ആ സമയത്ത് ഞാൻ ഇവളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് സെലക്ഷൻ കിട്ടി, കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെലക്ഷൻ കിട്ടി. സെലക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കളി ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ +2 എക്സാമിൻ്റെ ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെലക്ഷൻ കിട്ടി, അത് കഴിഞ്ഞ് എക്സാം ആയി. 1 മാസം കഴിഞ്ഞു, ഏപ്രിൽ എക്സാം കഴിഞ്ഞ്, ആ എക്സാം കഴിഞ്ഞ് മെയ് ആയി. അപ്പം നമ്മുടെ സാറ് പറഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ നാഷണൽസ് നടത്താൻ സാധ്യതയില്ല, ജസ്റ്റ് സെലക്ഷൻ ഇറങ്ങിക്കോ, ടീമിൽ സെലക്ട് ആയില്ലേ, കളിക്കാൻ പോകുന്നില്ലെങ്കിലും സാരില്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അല്ലാതെ നമുക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം +2 കഴിയാറായി, ഇനിയിപ്പോൾ എക്സാം വരാനായി, അതിനിടയിൽ കളി വന്നാൽ ഇങ്ങനെ പഠിത്തവും കളിയും രണ്ടും കൂടി ആവില്ല എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിർബന്ധിച്ചിട്ടാണ് ആ ഒരു സെലക്ഷൻ ഇറക്കിയത്. അങ്ങനെ സെലക്ഷൻ കിട്ടി, പിന്നെ എക്സാം കഴിഞ്ഞു. അപ്പം നമ്മൾ ഇനിയിപ്പോൾ കളി ഉണ്ടാവില്ല, കളി ക്യാൻസലാക്കി അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് കുറേ നാൾ വീട്ടിലിരിക്കുമ്പോഴാണ് കളിയുണ്ട്, ഡൽഹിയിലാണ് കളി എന്നൊക്കെ പറഞ്ഞു പെട്ടെന്നാണ് മെസ്സേജ് ഇടുന്നത് ഗ്രൂപ്പിൽ. ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാനില്ല, എക്സാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് താല്പര്യമില്ല പോകാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ നമ്മൾ 5 ആൾക്കാണ് സെലക്ഷൻ കിട്ടിയത്. ഞാൻ, വിസ്മയ, റിജിന, ശ്രേയ, അനശ്വര, നമുക്ക് 5 പേർക്ക് സെലക്ഷൻ കിട്ടി കണ്ണൂർ ടീമിൽ നിന്ന്. അപ്പോൾ ബാക്കി ഇവർ 4 പേരും പോകുന്നുണ്ട്, ഞാൻ മാത്രം പോകുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇല്ല. ഞാൻ വിചാരിച്ചു ഞാൻ പോകുന്നില്ല പറയുമ്പോൾ ഇവരും പോകില്ല എന്നൊക്കെ ആദ്യം വിചാരിച്ചു. പക്ഷേ ഇവർ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പോകുമ്പോൾ ഫോട്ടോ വേണം, അതേപോലെ നമ്മൾ സ്കൂളിൽ നിന്ന് ഒരു പേപ്പറിൽ സൈനൊക്കെ ഇട്ട് കൊണ്ടുപോകണം. ഇവരിതെല്ലാം ഇവരിതൊക്കെ സെറ്റാക്കലായി. അങ്ങനെ ഞാൻ അടുത്ത തൃശ്ശൂരാണ് ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ അടുത്ത സാറിനെ വിളിച്ച് പറയണം, നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാറിനെ വിളിച്ച് പറയണം. അപ്പോൾ സാറിനെ വിളിച്ച് ഞാൻ ആദ്യം പേടിച്ചുകൊണ്ടാണ് വിളിച്ചത്, കാരണം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ചീത്ത പറയുമോ. പക്ഷെ സാറ് ഭയങ്കര കൂളായിരുന്നു. ഞാൻ വിളിച്ച് പറഞ്ഞു സാറേ ഇല്ല, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഞാൻ കള്ളം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം സാർ എന്നെ വിളിച്ച് പറഞ്ഞു ഇല്ലെങ്കിലും സ്കൂളിൽ പോയിട്ട് ഇല്ല ഇതാണ് കാരണം എന്നൊക്കെ പറഞ്ഞ ഒരു ലെറ്ററിൽ ഒപ്പിട്ടിട്ട് ബാക്കി ഈ 4 പേര് പോകുന്നുണ്ടല്ലോ ഇവരുടെ കയ്യിൽ കൊടുത്തു വിടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ദിവസം സ്കൂളിൽ പോയി.
അപ്പോൾ ഇവർ സ്റ്റുഡിയോയിലൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, പോകേണ്ട എല്ലാ സെറ്റപ്പും ആക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ സ്കൂളിൽ പോയി ലെറ്റർ എഴുതി, ഞാൻ ഇന്ന കാരണത്താൽ വരുന്നില്ല എന്ന് എഴുതി. ആ സമയത്തേക്ക് ഞാൻ സ്കൂളിലെത്തി ലെറ്റർ എഴുതി, ഇങ്ങനെ പ്രിൻസിപ്പളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആ സമയത്തേക്ക് പോയേക്കാം, പെട്ടെന്നാണ് എനിക്ക് തോന്നിയത് പോകണം, ഇന്ന് എന്തായാലും ഇത് ലാസ്റ്റ് കളിയാണ്, പോകണം, അങ്ങനെയൊക്കെ തോന്നി. ഞാൻ ആ സാറിനെ വീണ്ടും വിളിച്ചു. സത്യമായിട്ട് ഭയങ്കര പേടിച്ചിട്ടാണ് വിളിച്ചത്. കാരണം ഒരിക്കൽ വരുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ വരുന്നില്ല എന്നൊക്കെ മാറ്റി മാറ്റി പറയുമ്പോൾ ആർക്കാരും ദേഷ്യം വരും. പക്ഷെ സാറ് ഭയങ്കര കൂളായിട്ട് പറഞ്ഞു, ആണോ ഓക്കെ കുഴപ്പമില്ല വാ എന്നാ വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ആടെ പോയി ലെറ്റർ എഴുതി പ്രിൻസിപ്പളിനെ കാത്തുനിന്ന് ഞാൻ പെട്ടെന്ന് തീരുമാനം മാറ്റി ഇവരെ വിളിച്ചു പറഞ്ഞു ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോയത്. ഒട്ടും ഇഷ്ടമില്ലാണ്ടാണ് പോയത്. അങ്ങനെ തൃശ്ശൂരായിരുന്നു ക്യാമ്പ്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല നമ്മൾ ആരാ കൊണ്ടാക്കാൻ പോയത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ 5 പേരും കൂടി പോയ സമയത്ത് ആടെ ക്യാമ്പ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, നല്ലോണം ഓടിപ്പിക്കും, അങ്ങനെ എല്ലാം നല്ല രീതിയിലായിരിക്കും ചെയ്യിപ്പിക്കാം. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് പണ്ട് തൊട്ടേ തൃശ്ശൂർ ആ ഒരു അന്നനാട് സ്കൂള് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയി നിൽക്കാൻ നമ്മളെല്ലാവരും അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. ഇപ്പോഴും എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കൽ, വർത്താനം പറയൽ, ഭയങ്കര സന്തോഷം ആ സമയത്ത്. ആകെ ഒരു വിഷമം എന്ന് വെച്ചാൽ രാവിലെ എണീച്ച് ഓടണം, വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോൾ വീണ്ടും ക്യാമ്പ് ഉണ്ടാവും, അപ്പോഴും ഓടണം. 10-15 റൗണ്ടൊക്കെ ഓടിപ്പിക്കും. അപ്പോഴത്തേക്കും ചാവും. ഓരോ ദിവസം ചില ദിവസമൊക്കെ വയറുവേദനയാണ് തലവേദനയാണെന്നൊക്കെ കള്ളം പറഞ്ഞിരുന്നിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പൊസിഷൻ 3 ആയിരുന്നു. അപ്പോൾ തൃശ്ശൂർ അത്യാവശ്യം നമ്മൊരു ഇത്രയും കൊല്ലം കളിച്ചൊരു ഇത് വെച്ചിട്ട് അത്യാവശ്യം കുറച്ച് പേരെയൊക്കെ അറിയാം. അപ്പം അതിൽ കാണാത്ത ഒരാളായിരുന്നു ഈ ലിനറ്റ്, പുതിയതായിട്ടുള്ള ഒരാൾ. അപ്പോൾ ഇവളുടെ പൊസിഷനും 3 അപ്പോൾ ഓരോ പൊസിഷനിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഷൂട്ട് ചെയ്ത് അയാൾ എറിഞ്ഞ ബോൾ അടുത്താക്ക് കൊണ്ട് തന്നിട്ട് വേണം മറ്റാൾ എറിയാൻ. അങ്ങനെ ഞാൻ ഇവളായിരുന്നു ഈ ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവൾ എറിയുന്നു, ബോൾ എനക്ക് കൊണ്ടു തരുന്നു, ഞാൻ വീണ്ടും എറിയുന്നു, ഇവൾക്ക് ബോൾ കൊണ്ട് കൊടുക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇവളെന്നോട് മിണ്ടുന്നൊന്നുമില്ല, മുഖത്ത് പോലും നോക്കുന്നില്ല. ഞാൻ ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചു. ലിനറ്റ് എന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം കേട്ടപ്പോൾ ഒന്നും മനസ്സിലായിട്ട് ഞാൻ എന്ന് ചോദിച്ചു. ലിനറ്റ് എനിക്ക് മനസ്സിലായിട്ടാ. ഞാൻ പിന്നെ വീണ്ടും ഒരാളോട് അങ്ങനെ ചോദിക്കുന്ന മോശമല്ലേ ആണോ. അപ്പം തന്നെ ഇവ കൊടുക്കത്ത അഹങ്കാര ജാട അങ്ങനെയൊക്കെ ഞാൻ കരുതി. ഇവള് തിരിച്ചു അങ്ങനെയാണ് കരുതി. ഇവൾ അവിടെ പോയിട്ട് എല്ലാവരോടും ആ 3 കളിക്കുന്ന പെണ്ണിനെ ഇല്ലേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനും ഇതേ ഡയലോഗ് ഇവരെ വിസ്മയനോട് ഇവരോടൊക്കെ പറഞ്ഞു, ആ 3 കളിച്ച കണ്ണട വെച്ച പെണ്ണില്ലേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവളെ കളി എന്നെല്ലാം പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഭയങ്കര ജാട അഹങ്കാരാന്നൊക്കെ വിചാരിച്ചു. അതെല്ലാം കഴിഞ്ഞ് 10 ദിവസത്തെങ്ങാനും ക്യാമ്പും കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് ട്രെയിനിൽ നിന്നായാലും വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ആക്കാനോ ഒന്നും നിന്നിട്ടില്ല. ബാക്കിയുള്ളവരോട് മിണ്ടുന്നുണ്ട്, ഇവളോട് ഞാൻ അങ്ങനെ മിണ്ടാൻ നിൽക്കില്ല, ഇവൾ എന്നോട് മിണ്ടാൻ നിൽക്കില്ല. അത് കഴിഞ്ഞ് ആടെ എത്തി. നമ്മൾ ഒന്നിച്ച് വന്ന ടീച്ചർ വീനസ് എന്നായിരുന്നു തോന്നുന്നു പേര്. നല്ല അടിപൊളി ടീച്ചറായിരുന്നു. പിന്നെ നമ്മൾ നിന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് ഒരിക്കൽ കൂടി പോകാൻ തോന്നുന്നു. പോകണ്ടെന്ന് വിചാരിച്ച സ്ഥലത്തേക്ക് ഞാൻ ഇപ്പോൾ ഒരിക്കൽ കൂടി പോകാൻ ആഗ്രഹിക്കുന്നത്. ഭയങ്കര ഒരു സ്കൂളായിരുന്നു നിന്ന്, പണ്ടത്തെ മോഡല്, ഇങ്ങനെ ആർച്ചൊക്കെ ഇല്ലേ മൊത്തം, അങ്ങനെയാണ് ആ സ്കൂള്. ഒരുപാട് സ്ഥലം, ഭയങ്കര വൈഡായി കിടക്കുന്ന സ്ഥലം, നിറച്ച അണ്ണാനായിരിക്കും, കൊതുകും ഉണ്ടാകും, പക്ഷെ അണ്ണാൻ അങ്ങനെ ഭയങ്കര ഭയങ്കര രസമുള്ള ഒരു സ്ഥലം. നമ്മളിപ്പം ഒരു വഴിക്കേ കൂടെ പോയാൽ തിരിച്ചു വരുമ്പോൾ വഴി തെറ്റും. കാരണം 5-6 വശത്ത് വഴിയാണ്, 4 വശത്ത് 5-6 വശത്ത് വഴി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞ് കളി തോക്കും വെച്ചാൽ കളിയൊക്കെ നമ്മൾ ജയിച്ചു. എങ്ങനെയല്ലോ ജയിച്ച്, ഭയങ്കര 3-4 കളി ജയിച്ച്. നമുക്ക് തന്നെ ഭയങ്കര അതിശയമായിപ്പോയി എങ്ങനെ ഈ കളി ജയിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഭയങ്കര ഒരു ത്രില്ലായി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനിയായി. അങ്ങനെ ഒരു ദിവസം പിള്ളേരാണല്ലോ ഉറങ്ങാൻ കിടത്തി, വേഗം ഉറങ്ങണം എന്ന് പറഞ്ഞാലും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് നയന എന്ന് പറഞ്ഞ വേറൊരു പെണ്ണും കൂടി ഉണ്ട് തൃശ്ശൂർ അങ്ങനെ 4-5 ആളുണ്ടായിരുന്നു. പക്ഷെ നയനയും ലിനറ്റും ആയിരുന്നു എപ്പോഴും ഒരുമിച്ച്. അപ്പോൾ ഇവരുടെ സംസാരവും അപ്പോൾ ഈ രാത്രി എന്താ പണിയെന്ന് വെച്ചാൽ പുതപ്പിൻ്റെ ഉള്ളിൽ കൂടി ഭക്ഷണം കഴിക്കാം, ലൈസ്, കുർക്കുറ, ബിങ്കോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കും. അത് അമ്മ കണ്ടുപിടിച്ച് അങ്ങനെ അവരോട് നമ്മൾ സംസാരിച്ച് നമ്മളും അവരൊന്നിച്ച് ഇങ്ങനെ തിന്നാനൊക്കെ കൂടി. അപ്പോൾ പാതിരാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഈ 5 പേരും അവർ 2 ആളും കൂടി തിന്നലായിരുന്നു. ടീച്ചർക്ക് അറിയായിരുന്നു, പക്ഷെ ടീച്ചർ അത് രാവിലെ പറഞ്ഞത്. രാവിലെ ആയിട്ട് നമ്മൾ ഉറങ്ങാണ്ടിരിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞ് രാത്രി പോലും നിങ്ങൾ ഉറങ്ങിയിട്ടില്ലല്ലോ അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞു. ടീച്ചർക്ക് അറിയായിരുന്നു, പക്ഷെ ടീച്ചർ അങ്ങനെ ചീത്ത പറയാനോ ഒന്നിനും നിന്നിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ കമ്പനി ആയത്. പിന്നെ നമ്മൾ കിടക്കുന്നത് അന്നൊക്കെ കിടന്നിരുന്ന നമ്മൾ 5 പേര് ഒരുമിച്ച്, അവർ 2 പേര് ഒരുമിച്ച്, അങ്ങനെയാണ്. പിന്നെ നമ്മൾ കിടക്കാൻ നമ്മൾ 5 പേരെ ഇടയില്ല, ഇവർ 2 പേര്. ഭയങ്കര സംസാരമായി, പാട്ടൊക്കെ വെച്ച് രാത്രി ഡാൻസ് കളിക്കലായി, കപ്പിൾ ഡാൻസൊക്കെ ഇങ്ങനെ കളിക്കും, വർത്തനൊക്കെ പറഞ്ഞ്. ആദ്യം നമ്മൾ സ്റ്റോപ്പ് എങ്ങാനാ തിരിച്ചു വരുമ്പോൾ നമ്മളെ സ്റ്റോപ്പാണ് ഫസ്റ്റ്. അപ്പം ഇറങ്ങുമ്പോൾ ഇനി മെസ്സേജ് അയക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ മെസ്സേജ് അയക്കാം അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് അയച്ചു, അവൾ ഇങ്ങോട്ട് അയച്ചു. അങ്ങനെ അയച്ചാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത്. ഒരിക്കലും അങ്ങനെ ഒരു നാഷൻസിന് പോകണമെന്നോ ആ ഒരു നാഷൻസ് ഇങ്ങനെ മറക്കാനാവാത്തൊരു സംഭവം ആവുമെന്നോ ഇത്രയും നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുമെന്നോ ഞാൻ വിചാരിച്ചിട്ടില്ല. നമ്മൾ വിചാരിക്കാത്ത ഒരു സമയത്താണ് വിചാരിക്കാത്ത ഒരാൾ നമ്മുടെ ലൈഫിലോട്ട് വരുന്നത്.
അതും റൈറ്റ് ടൈമിൽ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം പിന്നെന്താ, എല്ലാ കാര്യത്തിനും നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശം, അങ്ങനെ പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ കാണുന്നതൊക്കെ എന്ന് വെച്ചാൽ ഒരു കൊല്ലത്തിൽ ഒരു തവണയായിരിക്കും നമ്മൾ കാണുക. ഇപ്പം ഇക്കൊല്ലം അവൾ എൻ്റെ വീട്ടിൽ വന്നാൽ അടുത്ത കൊല്ലം ഞാൻ അവളെ വീട്ടിൽ പോകും. അങ്ങനെ ഒരു കൊല്ലത്തിൽ ഒരു തവണയായിരിക്കും. അതും ഒരു കൊല്ലത്തിൽ ഒരു തവണ ഞാൻ അവളുടെ വീട്ടിൽ പോയി 2-3 ദിവസം മാത്രം നിൽക്കും. അവൾ പിറ്റേ കൊല്ലം ഇങ്ങോട്ട് വരും, 3 ദിവസം മാത്രം നിൽക്കും. പക്ഷെ ആ 3 ദിവസം ആയാലും ബാക്കിയുള്ള എല്ലാ ദിവസവും നമ്മൾ വിളിക്കും, കോൾ ചെയ്യും. അവൾക്ക് ഒരുപാട് സമയം സംസാരിക്കണം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് വിളിക്കുക, കാര്യം പറയാ, വേഗം വെക്കുക, അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് സമയമൊന്നും ഞാൻ സംസാരിക്കാം, എനിക്ക് അതിനുള്ള സമയം വീട്ടിൽ കിട്ടലില്ല. പക്ഷെ അവളെന്ന് വെച്ചാൽ അവളെല്ലാം പണിയെടുത്തിട്ടായാലും പണിയെടുത്തോണ്ടായാലും എന്നെ വിളിക്കും, മെസ്സേജ് അയക്കും. എൻ്റെ ഫോണിൽ ഞാൻ എടുക്കുന്ന ഫോട്ടോസൊക്കെ അധികം അവൾക്ക് അയക്കും. ഫോട്ടോ ആയാലും വീഡിയോ ആയാലും വൺസായിട്ട് എൻ്റെ കൈ അറിയാണ്ട് വൺസായിട്ട് അയക്കാൻ പോകും. പക്ഷെ വൺസായിട്ട് അയച്ചാൽ അവൾ ചീത്ത പറയും. ഞാൻ എൻ്റെ ഫോണിലെടുത്ത എല്ലാ ഫോട്ടോയും, എൻ്റെ എന്താ പറയുക, ഒരു 1-2 കൊല്ലത്തിനുള്ളിൽ ഞാൻ എടുത്ത എല്ലാ ഫോട്ടോയും അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അയക്കാത്തതും വരെ ഇതിലുണ്ട്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എല്ലാ ഫോട്ടോയും എനിക്കിത് ഇങ്ങനെ പ്രിൻ്റ് എടുത്ത് അയച്ചു തന്നു. ഭയങ്കര ഹാപ്പി. കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് എപ്പോഴും ഫുള്ളായി. ഇപ്പോൾ ഒരു 2 വീഡിയോ എടുത്ത് അപ്പം തന്നെ ഫുള്ളായി എന്ന് പറഞ്ഞ മെസ്സേജ് വരും. അപ്പം ഞാൻ ഒക്കെ ഡിലീറ്റ് ചെയ്യും, വീണ്ടും എടുക്കും, അങ്ങനെ എടുത്തോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫോട്ടോ എൻ്റെയും ഇല്ല. അതിലെനിക്ക് വിഷമമില്ല. കാരണം എനിക്കറിയാം എൻ്റെ എല്ലാ ഫോട്ടോയും എൻ്റെയും നിന്ന് മിസ്സായാലും ഓളയും ഉണ്ടാവുന്നുണ്ട്. അപ്പം പക്ഷെ എനിക്ക് ഇങ്ങനെ ആക്കി തരുന്ന ഒട്ടും വിചാരിച്ചിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഫോട്ടോസ്, എല്ലാവരുടെയും കൂടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആക്കി തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ നമ്മൾ കണ്ട സ്റ്റോറി, നമ്മൾ 2023 കളിക്കാൻ പോയി, ആടെ വെച്ച് കണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ സ്റ്റോറിയൊക്കെ അവൾ ഓർത്ത് വെച്ച് എനിക്ക് അങ്ങനെ ടൈപ്പ് ചെയ്ത് അയച്ചു. കണ്ണു വെക്കാണ്ടിരിക്കട്ടെ, വേറെ ആരും ഇല്ല എനിക്ക് അങ്ങനെ.